ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാവർക്കും ഇതൊക്കെ ശരിയാണ്. ഇപ്പൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും വേർത്ത് കുളിച്ചിട്ട് എന്താ പറയാ, നന്നാലി ശർബത്ത് പോലെ ഉണ്ടാവും. ഷർബത്ത് അതന്നെ നന്നാലി ശർബത്തെ. നന്നാരി ശർബത്ത് അതന്നെ. അത് ഞാൻ ഒന്ന് തെറ്റിപ്പോയതല്ലേ അമ്മ. മനുഷ്യന് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവില്ലേ? ആ തെറ്റുകളിൽ നിന്നാണ് വലിയ വലിയ ബോധങ്ങൾ ഉണ്ടാവുക. അതമ്മ അങ്ങനെയാണെങ്കിൽ അമ്മ ഈ മായാവി സിനിമ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കണ്ട് നിങ്ങൾ ചിരിച്ചല്ലോ മമ്മൂട്ടി ഇങ്ങനെ തെറ്റ് പറയുമ്പോ ഇല്ലേ? ഓർമ്മയില്ലേ? എന്റെ ശ്രദ്ധാഞ്ജലികൾ എന്ന് പറയില്ലേ, ആദരാഞ്ജലികൾ എന്ന് പറയും. അല്ല, ഞാൻ അതുപോലെ അല്ല, പക്ഷെ എനിക്കൊരു ചെറിയൊരു തെറ്റൊക്കെ പറ്റില്ലേ? അമ്മ ഇടയ്ക്ക് ഓരോരുത്തർ സംശയം ചോദിക്കുന്നുണ്ട്, ഈ വെയിൽ കൂടുതൽ കൊണ്ടത് കൊണ്ട് നമ്മുടെ ഒരു 1-2 നെറ്റിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ വേർത്ത് കുളിക്കുമ്പോൾ അമ്മ അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, മുഖം ഇങ്ങനെ തുടക്കിന് കണ്ട മൂക്ക് പറഞ്ഞ് താഴെ വീടുമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു. ചോദിച്ചു എന്താ അറിയോ, ആ തോർത്തെടുത്ത് തുടക്കുമ്പോൾ മൂക്ക് പറഞ്ഞ് നിലത്ത് വീടുമെന്നുള്ള പേടിയുണ്ട്. അത് ഞാൻ കണ്ടിട്ട് അമ്മ കണ്ടിട്ട് പറയാത്തതായിരിക്കും. എന്താ അറിയോ, ഒന്ന് മെല്ലെ തുടയ്ക്കാൻ പറയുമോ? തുടക്കിന് കണ്ടാൽ പേടിയാവും. സ്വന്തം മൂക്കാണോ അതോ ശത്രുവിന്റെ മൂക്കാണോ തുടക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല അമ്മ, അമ്മയുടെ മൂക്ക് തന്നെയല്ലേ? അങ്ങനെയൊക്കെ തുടയ്ക്കാൻ പാടുവോ? എന്ത് നല്ലത് പറഞ്ഞ അപ്പൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞാൽ ഞാൻ പോവാ. പിടിച്ചിട്ട് പൊക്കോ അല്ലേ? പിന്നെ നിന്റെ ആവശ്യമില്ല. എൻ്റെ ഭഗവാന്, എന്ത് സ്വാർത്ഥതയമ്മ. ഈ സ്റ്റവ് അല്ലാണ്ട് പിന്നെ അമ്മ അടുത്ത വീട്ടിൽ പോയിട്ട് സ്റ്റവ് കത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ. അല്ല, കത്തിക്കാനൊക്കെ പറ്റുമോ? അമ്മ ചെയ്യാനൊക്കെ അറിയില്ല. എന്നിട്ട് എന്താ പറയൂ അമ്മ? കോഴി കൊണ്ടൊരു ഫ്ലവറോ? കഷ്ണങ്ങളാക്കി ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയതാണ്. ഇതെന്താ വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകി? എത്രയും വെള്ളയുണ്ട്. അല്ല, അതായത് ഒരുപാട് എന്താ പറയാ, ഒരു കുത്തും പുള്ളി എന്നുള്ള നല്ല വൃത്തിയുണ്ടല്ലോ. അത് നമ്മള് ഒന്ന് ചുടുവെള്ളത്തിലിട്ട് എടുക്കും. അതൊക്കെ എന്താ പറയാത്തത്? അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ പറയുമ്പോ തുടക്കം മുതൽ പറയണം. ഒരു ചൂടുവെള്ളത്തിലിട്ട് എടുക്കുക. തിളക്കിയ വെള്ളം എന്നല്ല, ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതൊക്കെ ഞങ്ങൾക്ക് അറിയാട്ടോ. എത്ര ചൂടുവെള്ളത്തിലിട്ട് വെച്ച് പിന്നെ 2 പ്രാവശ്യം വെള്ളം കൊണ്ട് കഴുകി വെച്ചതാണ്. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായി. അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു തരണം. പിന്നെ സബോള, മല്ലിയില, പച്ചമുളക്, മുളക് എവിടെ ശരിക്കും കാണിക്കൂ ഒക്കെ കൂടി അരച്ചതാണ്. ഇതിന് ആവശ്യമുള്ളത് നമുക്ക് ഇതിൽ ഇടാം. നമ്മൾ കൂടുതൽ അരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അത്ര എന്താ പറഞ്ഞാൽ അരയ്ക്കുമ്പോ ഇത്തിരി കൂടുതൽ അരക്കണ്ടേ. പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ചെയ്ത് വെച്ച് മിക്സിയിലിട്ട് അടിച്ചു. ഒരു ടൊമാറ്റോ ആണോ? വലിയ ടൊമാറ്റോ ആണോ അത്? ഒരു വിധ എടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച്. പിന്നെ ഒരു 1.5 സ്പൂൺ നാളികേരം ചെറിയ സ്പൂണിൽ ഒരു 4 അണ്ടിപ്പരിപ്പും കൂടി അരച്ചതാണ്. അതെന്തായാലും 4, 5, 6 കുഴപ്പമുണ്ടോ? എന്തിനത് ആവശ്യത്തിന് പോലെ ചോദിക്കണല്ലോ. പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ് വേണ്ട? ഉപ്പ് അത് പിന്നെ ഉപ്പ് ഇടുമല്ലോ. അല്ല, എത്ര സാധനങ്ങൾ പറയുമ്പോ എല്ലാം പറയണല്ലോ. ഇന്ന സാധനങ്ങൾ ചോദിച്ചില്ല എന്നാണ് ആൾക്കാർ പറയാൻ പാടില്ലല്ലോ. അമ്മ, ഹൈദരാബാദിൽ മഴ പെയ്തു മെസ്സേജ് വായിച്ചോ അമ്മ? ഇന്നലത്തെ വീഡിയോയിൽ ഹൈദരാബാദിൽ മഴ പെയ്തു. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മഴ പെയ്തില്ല എന്നറിയോ? മലയാളികൾ കൂട്ടത്തോടെ പ്രാർത്ഥനയായിരുന്നു അത്രേ. മഴ പെയ്യണേ വന്നിട്ട് പഠിച്ചവനെ അല്ലാവനെയും ഗുരുവായൂരപ്പനും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ വരുണദേവൻ എന്ത് ചെയ്തറിയോ? എന്തോ ആവട്ടെ, മലയാളികൾ ഇത്രയും ബുദ്ധിമുട്ടിലാണല്ലോ. ഓരോ മലയാളികളും പരിപ്പ് കൂടെ ചൂടായിട്ട് എണ്ണയിൽ വറുത്തെടുക്കും പോലെയാണ് അവൻ്റെ ഗതികേട്. അപ്പോൾ ഒരു മഴ പെയ്യാന്ന് പറഞ്ഞിട്ട് വരുണദേവൻ അയച്ച മഴത്തുള്ളികൾ വന്നിട്ട് നോക്കുമ്പോൾ അവർക്ക് കേരളം ഏതാണെന്ന് മനസ്സിലായില്ല. കാരണം എന്താ അറിയോ? അത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ മുഴുവൻ ബംഗാളികളാണ്. അപ്പോൾ മഴ എന്ത് ചെയ്തു? മലയാളികളെ തെരഞ്ഞിട്ട് നേരെ പോയത് നമ്മുടെ മകനും മരുമോളൊക്കെയുള്ള നാട് അറബി രാഷ്ട്രം. അവിടെയാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത്. അവിടെ അങ്ങോട്ട് പെയ്തൊഴുകി. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മലയാളികളെ ഇവിടെ കാണണ്ടേ? ഉള്ളൊരു വളരെ കുറവ്. 100 പേര് നടക്കണമെങ്കിൽ 90 പേര് ബംഗാളികളാണ്. എന്താ ചേട്ടാ പറയും. മനസ്സിലായില്ലേ? എന്താ ചേട്ടാ? അങ്ങനെ പറഞ്ഞിട്ട് അവര് നടക്കുമ്പോ മടക്ക് അമ്മ റൂട്ട് മാപ്പ് വെച്ചിട്ടൊന്നുമല്ലല്ലോ. 2 സ്പൂൺ എണ്ണ. ഈ റൂട്ട് മാപ്പ് വെച്ചിട്ടൊന്നുമല്ലല്ലോ മഴ വരിക. ഇതിപ്പോ പൊതുവെ എല്ലായിടത്തും വന്നിട്ടുള്ളൊരു ജോക്കാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പൊ ഈ ബംഗാളികൾ മുഴുവൻ നടന്നത് കൊണ്ട് മഴ തെറ്റിദ്ധരിച്ചിട്ട് ദുബായി പോയിട്ട് പെയ്തു. മനസ്സിലായില്ലേ? അമ്മേനെ ഇന്നാൾ ആരോ കണ്ടത് നേപ്പാളിയാണെന്ന് ചോദിച്ചു പറഞ്ഞു. ആമാ സബോള ഇട്ട് വരും.
ഈ എന്നെ കണ്ട മലയാളി തന്നെ എന്നോടല്ല ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു നിങ്ങൾ നേപ്പാളിൽ നിന്നാണോ കല്യാണം കഴിച്ചത്? ഒരു നേപ്പാളി ദുഃഖാണല്ലോ എന്ന്. ഇതൊക്കെ വെറുതെ പറയുന്നത്. അല്ലമ്മ ആ കാര്യമായിട്ട് പറഞ്ഞാണ്. ഇവിടെ നോക്ക്, ഞാൻ അങ്ങനെ വെറുതെ പറയോ? ഞാൻ നിന്നെ കണ്ട നിനക്ക് നേപ്പാളി പോലെയാടാ തോന്നുന്നത്. നേപ്പാളികൾക്ക് ഭംഗിയില്ലാതെ എന്ത് നിറം, എന്ത് ഭംഗിയേറെ അവരെ കാണാം. നേപ്പാളികൾക്ക് ഒരു പ്രത്യേക മൂക്കും കണ്ണും മൂക്കൊക്കെ അതുപോലെയാണ് ഞാൻ. അല്ലമ്മ നേപ്പാളികൾക്ക് കണ്ണുമൂക്കില്ലാന്നാ പറയണ? കണ്ണുമൂക്കുണ്ട്, ആ അവരുടെ പ്രത്യേകതയുണ്ട്. അതുപോലെയാണ് ഞാൻ. ഞാനൊക്കെ കൊതിക്കാറില്ല ഒരു നേപ്പാളി ആയാൽ മതിയായിരുന്നു. നീ അയച്ചോ എന്താ പിന്നെ കാണാൻ ഒരു വൃത്തി അറിയാം. അല്ലെങ്കിൽ നിന്നൊക്കെ ഉണ്ടോ ഒരു നേപ്പാളി നിൽക്കുന്നത്? അയ്യയ്യേ ആരും പറയില്ല കേട്ടോ, മീശയുള്ള നേപ്പാളികൾ കുറവാണമ്മ. നീ എന്നെ പറഞ്ഞ ഞാനും പക്ഷെ അമ്മേനെ അങ്ങനെയല്ല പറഞ്ഞത്. അമ്മ ഈ മുടി മുകളിലേക്ക് ഇങ്ങനെ കൊണ്ട കെട്ട് വെക്കും പോലെ വെക്കില്ലേ, വൈകുന്നേരം ആകുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റാണ്ട്. അങ്ങനെ അമ്മ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ അല്ലല്ല അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ വാക്കിങ്ങിന് പോണ സമയത്ത് ഇത് ആരാ മുകളിലിരിക്കണേ ചോദിച്ചു. ഗസ്റ്റ് വന്നിട്ടുണ്ടോ? അവർക്കറിയില്ലല്ലോ അമ്മ അച്ഛൻ്റെ വൈഫാണെന്ന്. ഗസ്റ്റ് വന്നിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ അതല്ല അതെൻ്റെ വൈഫാണ് പറഞ്ഞു. ആ ശരി, നേപ്പാളെന്നല്ലല്ലോ കല്യാണം കഴിച്ചത്. ആ മുടിയൊക്കെ മുകളിലേക്ക് അങ്ങനെ കെട്ടിവെച്ചൊരു ഒരു ബുൾഡോസർ പോലെ ഒരാളിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവും മുടി മുകളിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട്. ഓവറാവണ്ടട്ടോ. എൻ്റെ ആൾക്കാരെ മുമ്പത്ത് വെറുതെ തന്നെ അത് ഇതും പറയരുത്. പക്ഷെ അമ്മ ഈ നേപ്പാളികൾക്ക് എന്തോ ഒരു കുറവുണ്ട് പറഞ്ഞത് മാത്രം ശരിയായില്ല കേട്ടോ. അവന്റെ രൂപസാദൃശ്യം വേറെയാണെന്നാ. അവർക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. അവര് കാണാനൊക്കെ ഭംഗിയൊക്കെ തന്നെ, പക്ഷെ അവരുടെ രൂപത്തിൽ എല്ലാവരും ഏതാണ്ട് ഒരു ഛായ പോലെ അങ്ങനെയൊക്കെയാണ്. നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ. അപ്പൊ നേപ്പാളികൾ വീട്ടിലേക്ക് പോകുമ്പോ സ്വന്തം അമ്മ ആരാന്ന് മനസ്സിലാവേണ്ട, അടുത്ത വീട്ടിലേക്ക് പോകുന്ന പറയണമ്മ. എല്ലാവർക്കും ഒരു ചായയാണ്. അല്ല സത്യത്തില് അമ്മ സത്യത്തില് ഇത് സബോള ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു, ഇനിയിപ്പോ തക്കാളി പേസ്റ്റ്. ആഹാ, അങ്ങനെ തക്കാളിയും പേസ്റ്റ് ഇട്ടിട്ട് അത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇങ്ങോട്ടും നിൽക്കുമ്പോൾ അതന്നെ ഞാനും പറഞ്ഞു എങ്ങനെ ഇളക്കണം. ആഹാ, അതന്നെ ഞാനും പറഞ്ഞത് എൻ്റെതായ രീതിയിൽ തന്നെ മാത്രം. അല്ല ഒരു കണക്കിന് അമ്മ നേപ്പാളി ആവേണ്ടത് നന്നായി. കാരണം എന്താ പറയുക, ഈ ചൈനക്കാർക്ക് നേപ്പാളികൾക്കൊക്കെ എല്ലാവർക്കും ഒരേ ചായ ആയതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ ആരാന്നല്ല അടുത്ത വീട്ടിൽ പോയാലോ ശരിയാവോ? എനിക്കാണെങ്കിൽ രൂപസാദൃശ്യം ശരിക്കും കണ്ടുപിടിക്കാനും അറിയില്ല. അമ്മയല്ലേ പറഞ്ഞ ഇല്ല. എന്താ അമ്മ പറയാൻ പോണത്? ഒരു 5-8 വർഷം മുമ്പ്, 10 വർഷമൊക്കെ ആയിരുന്നു. അപ്പോഴൊക്കെ വല്ല ബുദ്ധി ഒന്ന് കാണണം. ആരെങ്കിലും വന്നിട്ട് എവിടെയെങ്കിലും പോകും, അമ്മ ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അയ്യോ എന്തൊരു നല്ല മനുഷ്യനാണെന്നറിയോ. എന്റെ ഇത്രയും നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ, എന്താ പറയാ, ഒരു സാത്വികനായ മനുഷ്യൻ. എന്താ അമ്മ അയാളുടെ സംസാരം, എന്തൊരു ബുദ്ധി അറിയാൾക്ക്, എന്താ അറിവാണറിയോ. അയാൾക്ക് എല്ലാത്തിനും നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ ചായ, ഞാൻ കുറേ നേരം സംസാരിക്കണം, ജ്യൂസ് കുടിക്കണോ ചായ കുടിക്കണോ ചോദിച്ചപ്പോൾ അയാള് വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ടാണ് വെക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറയാ. പിന്നെ അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ. എന്തൊക്കെ വേദങ്ങളാണ് എന്നോട് സംസാരിക്കേണ്ടത്. ഇതിനാവശ്യമുള്ള പറഞ്ഞോളൂ, കുഴപ്പമില്ല. അനുഭവം കൊണ്ടല്ലേ പറഞ്ഞ് പഠിക്കുക. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയും നല്ലൊരു മനുഷ്യനാണോ, ആരാണോ. അപ്പം അതൊക്കെ കഴിഞ്ഞൊരു 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞപ്പോ ഓരോരോ കാര്യത്തില് പിന്നെ ആൾക്ക് ഒരു ചെറിയ കാര്യത്തിൽ അവസാനം കുറെ കാര്യങ്ങളിലേക്ക് വന്നു. അപ്പൊ ഇവര് മനസ്സിലായി ആളെന്താണെന്ന്. അല്ല ഞാൻ അതിന്റെ ഇടയ്ക്ക് നമ്മള് വിചാരിച്ചാണെന്ന് പറഞ്ഞിട്ടേക്കോ. അയ്യോ നമ്മള് വിചാരിച്ച ആളെ വീട്ടിൽ പോയില്ലായിരുന്നു. എന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞു വന്ന്. അതല്ല എന്താ അറിയോ, എന്നോട് പറഞ്ഞത് അവിടെ ഒരു പെട്ടിക്കട നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ പെട്ടിക്കടയുടെ അടുത്ത് വന്നിട്ട് ഇയാൾ ഇരിക്കും. അപ്പോൾ ആ പെട്ടിക്കടക്കാരൻ വയസ്സായ ഒരാൾ എന്ത് പറഞ്ഞു,
എന്തോരം ജ്ഞാനേ അറിയാം, എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കറിയാം. ആളോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ പഠിക്കാനുണ്ടാവും. അത്രത്തോളം ഉണ്ട്. സത്യമാണ്, ഒരുപാട് കാര്യങ്ങൾ മൂപ്പർക്ക് അറിയാം. അപ്പം അങ്ങനെയാണ് ഇങ്ങോട്ട് പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണ് മൂപ്പരെ ഞാൻ പരിചയപ്പെടുന്നത്. അവസാനം ഇയാളുടെ വീട് അന്വേഷിച്ചിട്ട്, ഒരുപാട് ദൂരമൊന്നുമില്ല, അടുത്തന്നെ അന്വേഷിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് അറിയണത് അവർ ഒടുക്കത്തെ അടി നടന്നിട്ട് ഇയാൾ ആസ്പത്രിയിലാണെന്നുള്ളത്. ഭാര്യ മക്കളെ കൂടി ചവിട്ടി കൂട്ടിയിരുന്നു. കാരണം അത്രയ്ക്ക് ശല്യമാണ്. കുടിച്ചു പോയിട്ട് ഭാര്യയും മക്കളും ചവിട്ടി കൂട്ടും. അങ്ങനെ ഒരു ദിവസം ഇയാളിനെ അവരൊക്കെ കൂടി ചവിട്ടി കൂട്ടിയിരുന്നു. അപ്പോൾ അന്വേഷിച്ച് പോയ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എൻ്റെ ഭാര്യ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആളുടെ ഒരു സുഹൃത്താണ് പറഞ്ഞു. ആളുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ കൂടിയിട്ടാണ് ഇങ്ങനെ അയർക്കണത്. നിങ്ങളിപ്പോൾ ഏത് സുഹൃത്താണ്, എവിടെ നിന്ന് വന്നാണ് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭഗവാനെ വീട് തന്നെ പോയ ദിവസം 1.5 ദിവസമായി പോയി. വേഗം അവിടുന്ന് സ്ഥലം കളിയാക്കി. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങി. അതൊക്കെ അത്ര വലിയ കാര്യമാണോ? നിന്റെ കണക്കിന് എല്ലാവരും ആൾക്കാർ നല്ലവരെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാള് പിന്നൊരാളും കൂടി ഉണ്ടല്ലോ. അതുപോലെ അത് മാത്രമൊന്നല്ല, കേക്ക് ഇനിയുണ്ടോ? ഇവന് ഒരുപാട് ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ട്. ആരെങ്കിലും വന്നിട്ട് ഒന്ന് കണ്ണിൽ വെള്ളമൊക്കെ നിറച്ചൊരു സങ്കടം തൊണ്ടൊക്കെ ഇടറി ഒന്ന് സംസാരിച്ചാൽ മതി. അയ്യോ പാവമ്മ, അവര് പറയുന്നതില്ലേ കേട്ടാ, അത് സത്യം കേട്ടാ. അമ്മ എന്തെങ്കിലും ചെയ്യണട്ടമ്മ, അത് സത്യമാണ്. അവര് സത്യാനുഷ്ഠാനന്റെ അടുത്ത വിചാരാണെന്നാണ് പറയുന്നത്. സത്യം എവിടെ സത്യം, അത് സത്യമല്ലാന്നൊക്കെ നമുക്കറിയാം. കണ്ടാലും ഓരോരുത്തരും തിരിച്ചറിയാം. നമുക്ക് ഈ പ്രായമൊക്കെ ആയതല്ലേ, അത് സത്യം ആയിരിക്കും. സത്യമാണെങ്കിൽ നമ്മളൊരാളെ സഹായിക്കണം. ആ പ്രായമൊക്കെ എനിക്ക് ബുദ്ധി വരും. നിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് അതും കൂടി മാറ്റണല്ലേ. ആ ടോപ്പിക്ക് മാറ്റിയിട്ട് വേറെ വല്ലതും പറയണം. അതിനാണ് നീ ഇപ്പോ മനസ്സിലായോ? എന്തൊക്കെ കുറ്റമ്മ പറഞ്ഞത് കിട്ടിയ ചാൻസില്. കുറ്റല്ല, ഞാൻ ഉള്ള കാര്യല്ലേ പറഞ്ഞു. ഞാൻ പോട്ടെ പോട്ടെ. വേണ്ട വേണ്ട, ഇവിടെ നിന്നോ. അപ്പൊ ഇവൻ പറയാ, അയ്യോ അമ്മ അവര് പറഞ്ഞത്, ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും കുറെ കഥകൾ പറയും. അപ്പൊ നമ്മളത് സത്യമാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ. അതെങ്ങനെയമ്മ അറിയാൻ പറ്റിയ? അവർ സത്യമാണെന്ന് എഴുതി, സത്യം അസത്യം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നമ്മൾ ഒരാളുടെ പെരുമാറ്റം കൊണ്ടല്ലേ സത്യമാണോ നുണയാണെന്നൊക്കെ കണ്ടുപിടിക്കുക. അതല്ല, അവര് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ മുഖം തുടച്ചോളൂ. നമുക്കറിയാലോ അനുഭവം കൊണ്ട്. അപ്പൊ അതൊന്നും ശരിയായിരിക്കില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ വരും. ഇതിപ്പോ ആള് പറയുന്നത് കേട്ടാലറിയാം അതും സത്യമൊന്നും ആയിരിക്കില്ല മോനെ. എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കും. അമ്മ പാവം, അയാൾക്ക് ഇതന്നെ ആവശ്യം, പാവം അല്ലേ. എനിക്ക് ആളിനെ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി. അതുപോലെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും കൊണ്ടുവരുന്നുണ്ടാവാറുണ്ട്. പാവം, അയാൾക്ക് എന്തൊരു തന്നെ പാവട്ടോ. ഈ സമയം അയാൾ ഈ വെയിലത്ത്, എന്ത് വെയിലത്ത്, അവരുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും. ഇപ്പം പറയാം ആ സാധനമൊക്കെ മേടിക്കാറുണ്ട് നമുക്ക്. അങ്ങനെ പല വിഡ്ഢിത്തരങ്ങളും ഉണ്ട് അവര്. സാധാരണ ബുദ്ധിയൊന്നല്ല അവരുടെ. അതുപോലെ എല്ലാവരും ചേട്ടാ, കസിൻസൊക്കെ ഉണ്ട്, ഏട്ടാ ഏട്ടാ ഏട്ടാന്ന് വിളിച്ചാൽ അലിഞ്ഞങ്ങനെ ഇല്ലാണ്ടാവും ഏട്ടൻ. അങ്ങനെ വേറെ ആരും വിളിക്കാറില്ലല്ലോ, എന്നെല്ലാം വിളിക്കാറില്ലോ. അതും കൂടി ശ്രദ്ധിക്കണ്ടേ. അപ്പൊ അലിഞ്ഞങ്ങനെ ഇല്ലാണ്ടാവും. അവസാനം അങ്ങനെ പല കഥകളുണ്ട് ഇവന്. അതെല്ലാം അറിഞ്ഞിട്ട് ഇവന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പറയാൻ നിന്ന് അത് 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും കഴിയില്ല. അനുഭവം കൊണ്ട് നല്ലതും അതുകൊണ്ട് എന്തായി, ഇപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് അനുഭവ സമ്പന്നരായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ. അതാണിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കഴിവായിരിക്കുന്നത്. പണ്ട് സംസാരിക്കുകയില്ല. അപ്പൊ അമ്മ എന്താ പറയണത്? ഒരാളെ വിശ്വസിക്കുന്നത് തെറ്റാണെന്നാ പറയണം? പിന്നെ മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കണമെന്നോ? അതല്ല, ഒരാളെ വിശ്വസിക്കുന്നത് തെറ്റല്ല. നമ്മൾ അറിയാത്ത ആൾക്കാരല്ലേ. അപ്പൊ അവരൊരു കാര്യം വന്നിട്ട് പറയുമ്പോ അത് അപ്പാടെ വിശ്വസിക്കാൻ പാടില്ല. കാരണം അവര് മറ്റുള്ളവരുടെ ഒരു കാര്യമാണ് പറയുന്നത്. അവരെന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറയുമ്പോ നമ്മൾ വിശ്വസിക്കരുത്. അത് ശരിയാണെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? എന്താ ചെയ്യാ? അവര് പറയുന്നത് ശരിയാ അമ്മ, അവരുടെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. പിന്നെ ശരിയല്ല ശരിയല്ലാന്നുള്ളത് നമ്മളത് പിന്നീട് അറിയണം. അത് ഇങ്ങനെ പറഞ്ഞല്ലോ, അത് ശരിയാ. അപ്പൊ ഒരാളൊരു കാര്യം വന്ന് നമ്മളോട് പറഞ്ഞാ നമ്മളപ്പോ CID പണി എടുക്കണോ? ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയല്ല, CID പണിയല്ല. നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഈ വന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ അവര് അറിയുന്ന വേറെ ആൾക്കാരുണ്ടായിട്ടേ അവരോടൊന്നും എല്ലാം ഒന്ന് അന്വേഷിക്കാൻ എന്താ അവര് ഇങ്ങനെ ആള് പറയുന്നുണ്ടല്ലോ. അന്വേഷിക്കുമ്പോഴല്ലേ അവര് സത്യമാണോ അറിയാൻ പറ്റുക. മറ്റും അവർ പറയുന്ന വിശ്വസിച്ചിട്ട് നമ്മൾ അവര് പറഞ്ഞ കുറ്റം ചെയ്ത ആൾക്കാരെ നമ്മൾ അവരിങ്ങനെ ചെയ്തു നമ്മൾ വിശ്വസിച്ചിട്ട് അവരെ വെറുക്കില്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം സിമ്പിളായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനൊരു കാര്യം എന്റെ ബുദ്ധി കൂടെ ചോദിക്കട്ടെ. നിന്റെ ബുദ്ധി. അമ്മ
കല്യാണപ്രായം നിൽക്കുന്ന സമയത്ത് ആ അച്ഛൻ അമ്മേനെ കാണാൻ വന്നു. ആ 10 വർഷത്തെ പരിചയമുണ്ടായിരുന്നോ? അയ്യോ അല്ലല്ല, നിക്ക് ഞാൻ ചോദിക്കട്ടെ, നിക്ക്. 10 വർഷത്തെ പരിചയം അച്ഛനായിട്ടുണ്ടായിരുന്നോ? ഇല്ല 1 വർഷത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല 2 മാസത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല 2 ദിവസത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല അന്നല്ലേ ആദ്യമായിട്ട് കാണുന്നത്? ആ അന്നെ കെട്ടാൻ തീരുമാനിച്ചില്ലേ? ആ ജീവിതത്തിൽ ഇത്രയും വലിയൊരു തീരുമാനം ഒറ്റ നിമിഷം കൊണ്ട് എടുക്കാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ പറയണം അപ്പൊ തന്നെ വിശ്വസിച്ചൂടാ? ഓ അങ്ങനെയല്ല. ആ ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ എന്റെ വീട്ടുകാർ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അങ്ങനെ. എന്നൊക്കെ പറയുമ്പോഴേ ഉം. നീ പറയില്ലേ ഉം. പാവട്ടോ അവര് പറയുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പാവം എന്താല്ലേ എന്ത് കഷ്ടം എന്തിനാ ഈ വീട്ടുകാർ ഇങ്ങനെ ചെയ്യും. അമ്മയും പറയല്ലോ പാവട്ടോ അവരുടെ നോക്ക് എങ്ങനെയുണ്ട് അവര്, അമ്മയും പറയല്ലോ. പക്ഷെ എല്ലാവരും ഒന്നും പറയില്ല, എനിക്ക് മനസ്സിലാവും അവരുടെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് എന്നുള്ളത് അറിഞ്ഞവരെ മാത്രം ഞാൻ അപ്പൊ അമ്മ എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പറഞ്ഞു തന്നില്ലേ ചെറുപ്പത്തില്? നിന്റെ മുഖത്ത് നോക്കിട്ട് ഞാനേ പറയില്ലേ അതിങ്ങനെ കേട്ടിട്ട് നീ ഇങ്ങനെ ഓ കണ്ണിനൊക്കെ നിന്നെ നോക്കും ഞാൻ. അപ്പൊ നീ ഇങ്ങനെ അതിൽ അലിഞ്ഞ് ഇരിക്കുകയായിരിക്കും. അപ്പൊ ഞാൻ എന്താ പറയാൻ പറ്റിയിരിക്കും. എന്നിട്ട് പോയതിന് ശേഷം അതിനെ കുറിച്ച് തന്നെ ഇങ്ങനെ സംസാരം. അയ്യോ അവര് പറഞ്ഞില്ലേ എന്താ അല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടും അമ്മ അങ്ങനെ ചെയ്യാൻ പാടും. അപ്പൊ ഞാൻ പറയാം അതൊന്നും സത്യമാണെന്ന് എങ്ങനെയാണ് പറയാൻ വിശ്വസിക്കുക? അത് ആളുടെ ഭാഗം പറഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞതും കൂടി നമുക്ക് കേട്ടാലല്ലേ വിശ്വസിക്കാൻ പറ്റുക. ഏയ് ആള് പറയുമ്പോ നമുക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ആള് കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ടാ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവും, സത്യമാണെന്ന് മനസ്സിലാവും. പിന്നെ ഒരു 2 ആഴ്ച 1 മാസം കഴിയുമ്പോഴാണ് അറിയുക ഈ ഉപദ്രവം മുഴുവൻ ഇങ്ങോരെ കൊണ്ടാണ് ഉണ്ടായത്. അങ്ങനെ എത്ര കാര്യങ്ങൾ നിന്റെ ഇതിലുണ്ടായിട്ടുണ്ട്. എന്നെന്ന് പറയുന്നത് അതുപോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോന്ന് ഉണ്ടോ? എന്റെ അനുഭവത്തിൽ ഞാൻ ആരെങ്കിലും അത് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. നീ അങ്ങനെ അയ്യോ നീ പറഞ്ഞ ആൾക്കാർ മുഴുവൻ തെറ്റായിരുന്നു. ആള് ചെയ്ത ഉപദ്രവമാണ് ആളിവിടെ വന്ന് പറയുന്നത് അവര് ചെയ്തു എന്ന്. അപ്പൊ നീ അത് വിശ്വസിച്ചിട്ട് അയ്യോ അവർക്ക് ചായ പിടിച്ചു അവരുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്ത് സമാധാനിക്കൂട്ടോ ദൈവം എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലത് വരുത്തു ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയണം? ഞാൻ മണ്ടനാണെന്ന് അറിയിക്കണം. മണ്ടനായിരുന്നു. നമ്മുടെ ചെറിയ മകനില്ലേ ബുദ്ധിശാലി എന്ന് പറഞ്ഞ ബുദ്ധിശാലി എല്ലാം കേട്ടിട്ട് ചിരിച്ചിട്ട് പോയതിനു ശേഷം പറയും എന്താ ഉള്ള കഥ എന്ന് പറയും അല്ലേ? ഞാൻ അങ്ങനെ ആർക്കറിയാം എന്താണ് അങ്ങനെ പറയാൻ അവൻ എന്നെ പോലെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലേ, നമ്മുടെ വീട്ടിൽ വല്ല 8 കാര്യം എന്തെങ്കിലും കാണും. അപ്പൊ മരൊക്കെ ഇന്ന് മുഴുവൻ എന്റെ കഥയാണോ? അവര് കേക്കട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എവിടുന്നെങ്കിലും ഇപ്പൊ വീട്ടിൽ മരമൊക്കെ അടുത്ത് മരമൊക്കെ ഉള്ളപ്പോ 8 കയറി അങ്ങനെ എന്തെങ്കിലും വരുമല്ലോ. അപ്പൊ ഇത്ര വന്ന 8 കയറി ആയിരിക്കട്ടെ ഒരു ഇത്ര ഇവോട് ഓടി അമ്മ റൂമിലേ ഇവര് അതൊക്കെ ഭയങ്കര അതിനൊന്നും തല്ലലും കൊല്ലലും ഒന്നും ചെയ്യില്ല. അതിനൊക്കെ അച്ഛൻ വേണം. അയാൾ ഇവ തുടിക്ക ഇവന്നല്ല നിന്ന് നോക്കുള്ളൂ. അമ്മ അമ്മ തുടിക്കും ഇത്രയും വലുതായിട്ട് കേക്കും. അതൊന്നുമല്ല എനിക്ക് കൊല്ലാൻ മനസ്സില്ല. എന്റെ റൂമിൽ ഒരു 8 കാരിയല്ലേ അതിന്റെ തല്ലി ആട്ടി കൂടി എന്തെങ്കിലും ചെയ്യടാ. ഏയ് അത് എത്ര വലുതാന്നറിയോ? എത്ര വലുത്? ഇത്ര വലുത്. എത്ര ഏതാണ്ട് 1/2 കിലോ. എത്ര വലുത്? ഇത്ര വലുത്. അപ്പൊ ചോട്ടുണ്ടാവും എന്റെ ചെറിയുണ്ടാവും. അവൻ ചിലപ്പോ ഉണ്ടാവും. അവൻ പറയും എത്രയുണ്ടോ ഏട്ടൻ പറഞ്ഞ് ഇത്ര വലുത്. എന്നാ പിന്നെ അത് ഇത്രയും അങ്ങനത്തെ ഒരു സാധനമാണിത്. എന്ത് വേണ്ടെന്ന് പറയും ഇത്ര വലുത്. അതുപോലെ പുറത്ത് പോയാലേ അമ്മ ഞാനേ അമ്മ ഓറഞ്ച് ഇല്ലേ ഓറഞ്ച് ഓറഞ്ച് എന്ത് വലിയ ഓറഞ്ച് അമ്മ നമ്മൾ ഇതുവരെ അത്ര വലിയ ഓറഞ്ചിട്ട് മേടിക്കട്ടെ. അപ്പൊ ഞാൻ പറയും എത്ര വലിയ ഓറഞ്ചാ? ഞാൻ കാണാത്ത ഓറഞ്ച്. നമ്മൾ ഓറഞ്ചിന്റെ നാട്ടിൽ നിന്ന് വന്നതല്ലേ. അപ്പൊ ഓറഞ്ച് നമ്മുടെ കാണാത്ത ഓറഞ്ച് അത് എത്ര വലുതാ? എന്തോ നോക്കട്ടെ നിന്റെ ഓരോ പൊട്ടത്തരങ്ങളെ അവര് മനസ്സിലാക്കട്ടെ. അവര് വെറും ബുദ്ധിശാലിയെന്നാ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അത് മേടിക്കട്ടെ അമ്മ. അത്രയും വലുതോ? അതുകൊണ്ടപ്പം ഞാൻ കാണാത്തൊരു ഓറഞ്ച്. ശരി എന്നാ മേടിച്ചിട്ട് പറയും. നോക്കുമ്പോ അതുപോലെ വലിയ ഓറഞ്ച് ഈ അടുത്തുണ്ടായതാണ്. ചെമ്മീനെ അല്ല അല്ലെങ്കിൽ അമ്മ വേണ്ട പറയും, ചൂടത്ത് ചെമ്മീന് കഴിക്കണ്ട പറയും. എൻ്റെ അടുത്ത് വിളിച്ചിട്ടേ അമ്മ ഞാന് ചെമ്മീനൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുണ്ട്. ആലപ്പുഴ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എറണാകുളത്തും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഇവൻ പറയാണ് അമ്മ ചെമ്മീനുണ്ട്. അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ, അത്ര വലിയ ചെമ്മീനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് വലിയ ചെമ്മീനൊന്നും ടേസ്റ്റ് അല്ല,
പക്ഷെ ഇതങ്ങനെയല്ല അമ്മ, ഒരു ചെമ്മീനോട് 4 കഷ്ണമൊക്കെ ആക്കാൻ തോന്നുന്നുണ്ട്. വലിയ ചെമ്മീനാണ്. അമ്മ കണ്ടായില്ലേ, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ വലുതായിരുന്നു, കാണാൻ തന്നെ എന്ത് ഭംഗി അറിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അവനല്ലേ പറഞ്ഞത്, ആ അതിപ്പോ അത്ര വലുതൊന്നും ആയിരിക്കില്ല. എന്താ എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ മേടിച്ചോന്നു. ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോ ഇത്ര വലിയ ചെമ്മീൻ. അതിന് 1 or 2 വലുത് അവൻ കണ്ടു ആ മുകളിൽ ഇങ്ങനെ. അപ്പൊ ഇവനെ ചോദിച്ചാൽ അതൊക്കെ വലുതാന്ന് വന്നിട്ട് ഇത്രയും വലിയ ചെമ്മീനാന്ന് കൊണ്ട് കൊണ്ടുവന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം അമ്മ പറഞ്ഞതിനൊക്കെ മറുപടി പറയട്ടെ. എട്ടുകാലി, ഇത്രയും വലിയ എട്ടുകാലി അച്ഛനെ വിളിക്കാൻ കാരണം എന്താ അറിയോ? എട്ടുകാലിനെ കൊന്നാലും പാവല്ലേ. കേക്ക് അപ്പൊ എനിക്ക് കൊല്ലാൻ മടിയാണ്, അച്ഛൻ കൊന്നോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അച്ഛൻ ആട്ടിക്കളയട്ടെ എന്ന് വിചാരിച്ചു. രണ്ടാമത് ഓറഞ്ചിന്റെ കാര്യമല്ലേ പറഞ്ഞത്. ഇപ്പൊ ഓറഞ്ച് ഇത്രയും വലുതെന്ന് പറഞ്ഞാൽ എന്തിനറിയോ? അമ്മനെ ചോദിച്ചാൽ പറയും വേണ്ട മോനെ പറയും. അപ്പൊ ഇത്രയും വലുതെന്ന് പറയുമ്പോൾ അമ്മ അത് നോക്കാൻ വേണ്ടി കൊണ്ടുപോകാന്ന് പറയില്ലേ, അതൊന്ന്. പിന്നെ ചെമ്മീൻ്റെ കാര്യം എന്താ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഇടയ്ക്ക് വാട്സപ്പിലും ഇതിലൊക്കെ ഒരു ന്യൂസ് വന്നു, ചെമ്മീൻ കഴിച്ചിട്ട് അലർജിയായിട്ട് ആരെ തട്ടിപ്പോയിന്ന്. ശരിയാണോ നുണയാണോ എന്നറിയില്ല. ചെമ്മീനും കാരണം കഴിച്ച് അലർജിയായിട്ട് ഒരാൾ മരിച്ചുപോയി എന്ന് കേട്ടു. അപ്പോൾ എനിക്കാണെങ്കിൽ ചെമ്മീൻ കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. ഈ വായിച്ച അമ്മ എനിക്ക് ചെമ്മീൻ കഴിക്കാൻ സമ്മതിക്കുമോ? ചിക്കൻ മേടിക്കാൻ അമ്മ ഇപ്പോൾ സമ്മതിക്കുന്നില്ല. ചൂടൊന്ന് മാറട്ടെ എന്ന് പറയുന്നുണ്ട്. ചെമ്മീൻ മേടിക്കാൻ സമ്മതിക്കുമോ? അപ്പോൾ അത്ര വലിയ ചെമ്മീനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ആകെ 2 എണ്ണം വലുതുണ്ടായിരുന്നു. അതതിൻ്റെ മുകളിലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ അമ്മ വെക്കുമോ? ഇന്നാള് വായിച്ചാടോ ചെക്കപ്പക്ക് ചെമ്മീൻ കൊണ്ട് വന്നിട്ട് ഈ ചൂടത്ത് അല്ലെങ്കിൽ തന്നെ അലർജി ആവെന്ന് പറയും. ഇപ്പൊ എനിക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് അണ്ടിപ്പരിപ്പും ഇപ്പൊ പറയാ ആർക്കാ ബുദ്ധി? അപ്പൊ ഇപ്പൊ പറയാ ആർക്കാ ബുദ്ധിയുള്ളത്? നിന്റെ ബുദ്ധിയുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് ഇപ്പോഴും അംഗീകരിക്കില്ല. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നല്ലേ, എക്സാമ്പിൾ പറഞ്ഞു തന്നല്ലേ എന്തിനാ ചെയ്തെന്നുള്ളത്. നിന്റെ ഒരുപാട് ബുദ്ധിയായിപ്പോയി. ഇനിയുണ്ടോ എന്തായാലും പറയാം? അല്ല കറിയുടെ കാര്യമല്ല, എന്റെ കാര്യം എന്തായാലും പറയാണ്ടോ? നിന്റെ കാര്യം പോട്ടെ, അന്നത്തെ ഒന്നും വേണ്ട. കഴിഞ്ഞ ആഴ്ചത്തെ പറയട്ടെ. അതെന്താ? ഉണക്കമീൻ്റെ അതെന്താണ്? അതെന്താണെന്ന് നിനക്ക് ഓർമ്മയില്ല? ഇല്ല, ഒരാഴ്ച മുമ്പൊക്കെ ആരാ ഓർമ്മ വെക്കുക? അപ്പൊ ഉണക്കമീന് നല്ലൊരു കടയുണ്ട് ഉണക്കമീന്. അപ്പൊ അവിടെ എല്ലാം അങ്ങനെ പാക്കറ്റിലാക്കി വൃത്തിയുള്ളതാണ്. അപ്പൊ അമ്മയ്ക്ക് അത് കാണുമ്പോൾ തന്നെ ഇഷ്ടാവുന്നു. പറഞ്ഞു ശരി. അപ്പൊ മാന്തള്, മത്തി, അയില അങ്ങനെ എല്ലാം ഉണക്കമീൻ. അപ്പൊ അവിടുന്ന് വിളിച്ച് ചോദിക്കുകയാണ്, അതെല്ലാം ഉണ്ടമ്മ, മേടിക്കട്ടെ ഓരോരോ പാക്കറ്റ്. അപ്പൊ അമ്മയ്ക്ക് ഓരോന്ന് എടുക്കാറ്. അമ്മ എപ്പോഴും കഴിക്കണ്ട, ഒരു 5-6 മാസം കൂടുമ്പോഴല്ലേ. അപ്പൊ എല്ലാം ഓരോരോ പാക്കറ്റ് മേടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൊല്ലം മേടിച്ചു തരുള്ളൂ. ഓ ശരി. അപ്പൊ പറയാ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു. അതെ സ്രാവില്ലേ, അമ്മ കൊണ്ടുവന്നിട്ട് മുറിക്കാനൊക്കെ ഇവിടെ ബുദ്ധിമുട്ടാ പറഞ്ഞിട്ട് അച്ഛനമ്മ കൊണ്ടുവന്നപ്പോൾ മുറിച്ചു കൊണ്ടുവരാറുന്നില്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ. അത് ആ മീന് വലിയ മീന് സ്രാവ് എന്താ പറയില്ലേ, അതാണ് പറഞ്ഞു. ആ അല്ല അങ്ങനെ ഒരു മീനില്ലേ അമ്മ, അതാണ്. അപ്പൊ അതൊന്നും വേണ്ട മോനെ, അത് കൊണ്ടുവന്നിട്ട് മുറിച്ച് അത് കുറേ ഉണങ്ങിയിട്ട് അത് മുറിക്കാൻ തന്നെ ഭയങ്കര പാടാണ്. പിന്നെ അച്ഛൻ അത് കൊണ്ടുവന്നപ്പോൾ അത് നന്നായിട്ടില്ല പറഞ്ഞു. അപ്പൊ അമ്മ ഇതങ്ങനത്തെ അല്ല, കഷ്ണാക്കി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കണ്ടാൽ തന്നെ അതിങ്ങനെ ഉള്ള ഹലുവ കഷ്ണം പോലെ ഉണ്ട്. അതിന് വേസ്റ്റ് ഒന്നുമില്ല. വലിയ പാക്കറ്റുമാണ്. അപ്പൊ 100 രൂപയാണ് ഒരു പാക്കറ്റ്. വലിയ പാക്കറ്റാണ് പറഞ്ഞു. ആണോ? എല്ലാം നല്ലതാ? പിന്നെ കാണുമ്പോൾ തന്നെ വെളുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എന്നാ ശരി മേടിച്ചോ പറഞ്ഞു. ഇവിടെ കൊണ്ട് നോക്കുമ്പോഴേ ഒരു 1/4 കിലോ പോലും ഇല്ല. ആകെ ചെറിയൊരു പാക്കറ്റാണ്. അതിനാവും പറയാ വലിയ പാക്കറ്റ്. കാണാൻ ഭംഗിയുണ്ടാവുന്നു പാക്കറ്റ്. കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവുന്നു. മീനും കുഴപ്പമില്ല. പക്ഷെ ഇത്ര പോകുന്നൊരു പാക്കറ്റ്. ആമാ സ്രാവക്കമ്മക്ക് 100 രൂപയ്ക്ക് പിന്നെ 2 കിലോ തരും ആൾക്കാർ. ആ പിന്നെ സ്രാവ് പിന്നെ എത്ര തരുമോ? നീ എന്താ പറഞ്ഞു? വലിയ പാക്കറ്റ് അമ്മക്ക് 3-4 എന്തിനാ എന്നെ മണ്ടനാക്കാൻ എന്താ വ്രതം എടുത്ത് നിൽക്കും പോലെ? ഇതൊക്കെ എന്തിനാന്ന് പറയാൻ പോണത്? ഞാൻ നമ്മുടെ സ്വഭാവങ്ങളുടെ നാളെ പറഞ്ഞു കൊടുക്കാട്ടോ. എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ. അല്ല എന്താ നമുക്ക് ഇത്ര വാശി ചെയ്യുന്നു എന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം പറഞ്ഞിട്ട്? നല്ലതൊന്നും പറഞ്ഞില്ലല്ലോ. പൊട്ടത്തരങ്ങൾ മാത്രമേ പറയുള്ളൂ. ഓ എൻ്റെ അച്ഛാ ഞാതാ വരുന്നു. അല്ല പറയാ എന്നെങ്ങനെ കൊല്ല ചെയ്യാനുണ്ടോ പറയാ. പിന്നെന്താ ഇതൊക്കെ കഴിയട്ടേട്ടാ. അച്ഛനോട് ഞാൻ പറഞ്ഞത് ശരിയാക്കി തരാം.
ഇത് കൊണ്ടതില്ലേ, എന്താണ് മാംഗോ ക്യാൻഡി, എന്താണ് ചോക്കോബാർ പോലെ, ചോക്കോബാർ അല്ല അതുപോലെ. അതെ, ഒരു മാംഗോടെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അല്ല ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ബേക്കറിയിൽ അവരും പറഞ്ഞു ഇത് കൊണ്ടുപോട്ടോ, നല്ല ഇഷ്ടപ്പെടും. ആർക്കാണ് അമ്മയ്ക്കാണ്. ആണോ ഇഷ്ടപ്പെടും കേട്ടോ. എവിടെ ഇവിടെ നോക്കുമ്പോൾ അതെ ശരിക്കും പറഞ്ഞാൽ ഈ ജ്യൂസ് എന്താക്കിയിട്ട് വെച്ച പോലെ ഉണ്ട്. ഇവിടെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ പാവ അവന് കൊണ്ടുവന്നതല്ലേ, പാവ ആഗ്രഹിച്ചിട്ട് കൊണ്ട് ഞാൻ അന്നൊന്നും മിണ്ടിയില്ല. പിന്നെ പറഞ്ഞു മോനെ ഇനി ഇത് മേടിക്കട്ടോ, അവൻ ചോദിക്കാം അന്ന് പറഞ്ഞില്ല നന്നായിട്ടുണ്ടോ, നന്നായിട്ട് നിന്നെ കൊടുത്തരാട്ടോ എന്ന്. ഞാൻ പറഞ്ഞു മേടിക്കണ്ടാന്ന്. അല്ല ഇങ്ങനെ ഓരോന്നൊന്നല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക. നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ പറ്റുമ്പോഴേ അതിന് പറ്റാണ്ടിരിക്കാൻ നോക്കുകയുള്ളൂ. അതിനു വേണ്ടി പറ്റുന്നതാണ്. എന്തറിയോ, എന്ത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സത്യം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് സർജൻ ആവണമെങ്കിൽ എന്തിനേലും മുറിച്ചിട്ട് വേണ്ടേ പഠിക്കാൻ, അല്ലാണ്ട് ചിത്രം വരച്ചിട്ട് പഠിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഞാൻ വിഡ്ഢിയല്ല. ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ മനുഷ്യന്മാരുടെ ഇടപെടുന്നത്, അവിടുന്ന് ചിലത് പഠിക്കാനുണ്ടാവും, ചിലത് തിരസ്കരിക്കാനുണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലത് പറഞ്ഞ് തരുന്നൊന്നും മേടിക്കാൻ പാടില്ല. ചിലത് നല്ലതായിരിക്കും, ചിലത് മോശപ്പെട്ടതായിരിക്കുന്നു. ഞാൻ സ്വയം പഠിക്കുകയല്ലേ, അങ്ങനെയല്ല വേണ്ടത്. അല്ല പിന്നെ ഒരു കടയുണ്ട് കേട്ടോ അവിടെ. അപ്പൊ ആ കടയിൽ പോയിട്ട് ഇവർ എനിക്ക് ഈ ലേസുകളില്ലേ പറയുന്നത് എന്തൊക്കെയോ ചിപ്സുകളൊക്കെ കൊണ്ടുവരും. മധുരമുള്ള കായ വറുത്തതും മധുര ഉപ്പിട്ട വറുത്തതും അച്ചപ്പം കൊഴപ്പം പിന്നെ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ കൊണ്ടുതരും. അപ്പൊ അതൊക്കെ കൊണ്ടുതരുമ്പോ ആളുടെ കടയിലേക്ക് ഏതാണ്ട് ഒന്നരാടം പോയിട്ട് അവിടെ പോയി ആള് ഇത്തിരി വയസ്സായതാണ്. അപ്പൊ ഒരു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ മഞ്ഞയിലേക്ക് വയസ്സായവരെ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. അതിനെന്താണ് പറയും. അപ്പൊ അതിന് ഇത്ര കറി മതി. ഇനി ഓഫ് ചെയ്യാം. ഇതായിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഞാൻ അമ്മേനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തിനാ അമ്മ എന്നെ അങ്ങനെ പറയണം? അപ്പൊ ഇവൻ അത് കൊണ്ടുവരും. അപ്പൊ ഞാൻ പറയും എന്താണ് അങ്ങനെ ദിവസം അത് എന്തിനാ കൊണ്ടുവരുന്നത്? ഇവിടെ ടിന്നിലൊക്കെ ഇരിക്കുന്നത്, ടിന്നിൽ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ, നീ എന്തിനാ അത് കൊണ്ടുവരുന്നത്? അച്ഛനും പറയും എന്തിനാണ് അത് നീ ഇങ്ങനെ കൊണ്ടുവരുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ ഇവൻ പറയും വയസ്സായ ഒരാളാണ്, നല്ല ഐശ്വര്യമുള്ളൊരു വയസ്സായൊരു അപ്പൂപ്പനാണ്, എനിക്ക് ആൾ കാണാൻ തന്നെ നല്ല രസമാണ്, ബ്രാഹ്മിൻസാണ് അവര് തോന്നുന്നു. പക്ഷെ അത് വസ്ത്രത്തിന്റെ ശൈലിയൊക്കെ അതുപോലെയാണ്. പക്ഷെ അവരൊരു സംസാര ശൈലിയൊക്കെ ഒരു വ്യത്യസ്തമല്ലേ, അത് കേൾക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോകുന്നവരുടെ എന്നും കൊണ്ടുവരും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് ഇനി വേണ്ട, കുറേ ദിവസമായിട്ട് അതിങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ്. വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ എത്ര ഇരിക്കണം, ഇനി ഇത് മേടിക്കണ്ട കേട്ടോ, വെറുതെ ഇവിടെ കുട്ടികളും ഇല്ല ഇവിടെ, പിന്നെ ഇത് എനിക്കിതൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല, നീ ആള് വയസ്സായതാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നീ ഇതൊന്നും മേടിക്കേണ്ടതായി വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ അവിടേക്ക് പോകില്ല. അപ്പൊ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇവനെ ആ വഴിക്ക് പോകുമ്പോ കാണുമ്പോ അവളൊന്ന് ചോദിച്ചു. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് അറിയത്രേ, അവൻ വന്നിട്ട് പറയാ അങ്ങോട്ട് എന്നെ കണ്ട പരിചയം കൂടി പോലെ ദേഷ്യം എന്നോട്. എന്താണോ ആ വയസ്സായ കാരണവരെ എന്നെ കണ്ടാലേ 2 പ്രാവശ്യമൊക്കെ ചിരിച്ചു. പിന്നെ ഞാനവിടെ പോണില്ല പറഞ്ഞിട്ടേ ആളെന്നെ കണ്ടിട്ട് കാണാത്ത ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് പോടുമ്മ. അത് നീ മേടിക്കുന്നതോട് നിന്നോട് കാട്ടി സ്നേഹമായിരിക്കും. ഇപ്പൊ മനസ്സിലായത് എനിക്ക് അതുപോലെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ മണ്ടനാണെന്ന് ലേബല് കുത്തിയമ്മ. മണ്ടൻ തന്നെയാണ് അല്ലേ? എന്താ ഈ കറിയമ്മ ഇന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്തു. അതുകൊണ്ട് എന്റെ വായ തുറക്കാൻ സമ്മതിച്ചില്ലേ അമ്മ? എന്ത് പറ്റി ഇന്ന് എന്നോട് ഇത്ര ദേഷ്യം വരാൻ? ദേഷ്യം എന്നല്ല ഉള്ള കാര്യം പറയണ്ടേ? നീ എന്നിപ്പോ എന്തൊക്കെ അച്ഛനോട് പോയിട്ട് അതും ഇതൊക്കെ പറയാറില്ലേ? അതുപോലെ എന്റെ ആൾക്കാരോട് ഞാൻ നിന്നെ കുറിച്ച് പറയണ്ടേ? ഉള്ളതല്ലേ പറഞ്ഞോളൂ. അവിടെ എവിടെയോ 1-2 ആൾക്കാർ എനിക്ക് ഇത്തിരി വിവരമുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവരും കൂടി എന്നെ മണ്ടനാക്കി. അല്ല ഇപ്പൊ വിവരമുണ്ട്. ഇപ്പൊ ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിന്റെ നന്മ കൊണ്ട് ചെയ്യുന്നതാണ്. അത് കുഴപ്പമില്ല. അപ്പൊ ഇതാണ് കറി. സൂപ്പർ ഡെലിഷ്യസ് കറിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. പിന്നെ ഇറച്ചി മീനും ഒന്നും വേണ്ട. ഒന്നും വേണ്ട. ഇത് മാത്രം മതി. അത്രയ്ക്ക് ജീവനാണ് എനിക്ക്. അച്ഛനും ഇഷ്ടമാണ്, മകനും ഇഷ്ടമാണ്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് അവർ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. ഒന്നും കൂടി പറഞ്ഞാ എന്തോ നല്ലത് പറഞ്ഞല്ലോ. അതെന്താ പറഞ്ഞാ ഇപ്പൊ ബുദ്ധിയൊക്കെ ഉണ്ട്, തെറ്റിദ്ധരിക്കണ്ട. പണ്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ വയസ്സായ ആളുടെ കടയിൽ ഇപ്പൊ ആ കാര്യം പറഞ്ഞില്ല. അതൊക്കെ എന്താ അറിയോ, അവരുടെ ഒരു നന്മയാണ് ചില ആൾക്കാരെ കാണുമ്പോ. അപ്പൊ അവർക്ക് അത് മേടിക്കാണ്ടാവുമ്പോ ഇവരോടുള്ള ഇഷ്ടം, അത് കുഴപ്പമില്ല. അതൊരു നന്മയുടെ ഒരു ഭാവമാണ്. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഇഷ്ടക്കുറവില്ല.
അപ്പോൾ എന്തായാലും ഇന്നത്തെ അരമണിക്കൂർ എൻ്റെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു, കുറ്റങ്ങളല്ല, മാത്രമല്ല നല്ലതും പറഞ്ഞില്ലേ. പക്ഷെ എന്താ അറിയോ, എവിടെ നമുക്ക് ശുദ്ധതയുണ്ടോ അവിടെ നമ്മൾ പെട്ടെന്ന് പോയി ചാടും, മനസ്സിലായില്ലേ? എവിടെ ഇങ്ങനെ വക്രബുദ്ധി ഉണ്ടോ, എല്ലാത്തിനും 10 പ്രാവശ്യം ചിന്തിക്കാനുള്ള ബുദ്ധിയുള്ളവന് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു ആലോചിച്ച ഒരാളായിട്ട് കൂട്ടുകൂടുള്ളൂ. എന്നെപ്പോലുള്ളവർ പെട്ടെന്ന് പോയിട്ട് കൂട്ടുകൂടുകയും ചെയ്യും, പെട്ടെന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യും, തിരിച്ചു വരികയും ചെയ്യും. അതുപോലെ അന്നും ഇന്നും എന്നും ഒരു വയസ്സായ ആൾക്കാർ മുഖം തിരിച്ചു എന്ന് പറഞ്ഞൊരു വയസ്സായ ആൾക്കാരുടെ കടയിൽ പോണതും അവരായിട്ട് സംസാരിക്കണമെന്ന് ഒരു കാലത്തും നിർത്തില്ല. അത് ഇനിയും തുറന്നുകൊണ്ടേ ഉണ്ടാവും. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം 5 വയസ്സായ കുട്ടികളെയും 60 കഴിഞ്ഞ ആൾക്കാരെയാണ്. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. അവൻ്റെ ഒരു സ്നേഹബന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്നും എനിക്ക് അത്ര തന്നെ ഇഷ്ടമായിരിക്കും. ചെറിയ കുട്ടികളും വയസ്സായ ആൾക്കാർ എന്നെന്നും സ്നേഹിച്ചുകൊണ്ടേ ഉണ്ടാവും. ആ കുട്ടിയോട് നമ്മളെ തിരസ്കരിക്കില്ലേ, അതുപോലെ ഞാൻ പോകാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ടാണ് ആൾ, അത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ആൾ ചിലപ്പോൾ കാണണ്ടാവില്ല, കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലപ്പോൾ ആളിൻ്റെ മനസ്സ് മാറും, മനസ്സിലായില്ലേ? അത് മതി. അപ്പോൾ ശുദ്ധനാണല്ലോ വണ്ടനാണെങ്കിലും, അത് മതി. ദൈവമേ, ശുദ്ധ വേണ്ട, എന്തെങ്കിലും മണ്ടൻ തന്നെ വിളിച്ചാമ്മ, അതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ കോളിഫ്ലവർ കറി, നിങ്ങളൊരു കോളിഫ്ലവർ ഒക്കെ മേടിച്ചൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും ഇഷ്ടമാണ്. എല്ലാവർക്കും ഏതാണ്ട് ഇഷ്ടപ്പെടും. കോളിഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വിളിക്കില്ല, ബൈ. കഴിക്കാൻ വിളിക്കില്ല, കഴിക്കാൻ വിളിക്കണോ? ഞാൻ പറഞ്ഞില്ലല്ലോ കഴിക്കാൻ വിളിക്കില്ല. ആയിക്കോട്ടെ. നല്ല എന്തെങ്കിലുമൊക്കെ കുറെ നിങ്ങൾക്ക് വന്ന് ഉണ്ടാക്കി തരണ്ടേ, എന്തെങ്കിലുമൊക്കെ 3 or 4 ഡിഷൊക്കെ ഉണ്ടാക്കി തരണ്ടേ. അപ്പൊ ഈ ചൂടത്ത് നിന്നിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ബൈ.